നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഓർക്കുന്നുണ്ടോ ഈ സീസണിൽ മാഡ്രിഡ് ഡെർബിയിൽ വന്ദ മെട്രോപൊളിറ്റനോയിൽ റയൽ മാഡ്രിഡും അത്ലറ്റിക്കോ മാഡ്രിഡും തമ്മിൽ ഏറ്റുമുട്ടിയത്? അന്ന് 5-2 അത്ലറ്റിക്കോ മാഡ്രിഡ് റയൽ മാഡ്രിഡിനെ മുക്കി വിട്ടത്. ആ മുങ്ങൽ സാബി അലോൺസോയുടെ പുറത്തേക്കുള്ള വഴി കാണിച്ചു. ശരിയാണ്, അതിനുശേഷവും സാബി കുറച്ച് മത്സരങ്ങൾ കൂടി കോച്ചായി. പക്ഷേ സാക്ക് ചെയ്യപ്പെടാനുള്ള തീരുമാനത്തിൻ്റെ തുടക്കം ഈ അത്ലറ്റിക്കോ മാഡ്രിഡിനോടുള്ള തോൽവിയാണ് എന്ന് പ്രമുഖ സ്പാനിഷ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ നാളെ വീണ്ടും റയൽ മാഡ്രിഡും അത്ലറ്റിക്കോ മാഡ്രിഡും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഒരു പ്രതികാരം തന്നെയാണ് റയലിൻ്റെ മുന്നിലുള്ളത്. അത് സാധിക്കുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. നാളെ രാത്രി ഇന്ത്യൻ സമയം 1:30 എന്ന് പറയുമ്പോൾ സാങ്കേതികമായിട്ട് നമുക്ക് തിങ്കളാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 1:30 ഈ കളി നടക്കുന്നത്. അപ്പോൾ ഈ കളിയിൽ എംബാപ്പെ ഉണ്ടാകുമോ, ബെല്ലിംഗാം ഉണ്ടാകുമോ? ഇന്ന് മാധ്യമങ്ങളെ കണ്ടിരുന്നു ആൽവാരോ ആർബിലോ. അദ്ദേഹം ഇതിനുള്ള മറുപടി പറഞ്ഞിട്ടുണ്ട്. ജൂഡ് ബെല്ലിംഗാം ഈസ് ഓൾറെഡി അവൈലബിൾ ആണ്. അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ അദ്ദേഹം കളിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ കളിക്കളത്തിൽ കാണാൻ ഞാനും വളരെ ഈഗറായിട്ട് കാത്തിരിക്കുകയാണ്. കിലിയന്റെ കാര്യത്തിൽ എംബാപ്പെ വിൽ ഡെഫിനറ്റ്ലി പ്ലേ ടുമാറോ എന്നാണ് കോച്ച് പറഞ്ഞത്. നാളെ എന്തായാലും കിലിയൻ കളിച്ചിരിക്കും. ജൂഡ് ബെല്ലിംഗാം വളരെ ഇൻ്റലിജൻറ്റ് പ്ലെയറാണ്. അദ്ദേഹത്തിന് അറിയാം എന്താണ് കളിക്കളത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളത്. അദ്ദേഹം വളരെ അവൈലബിൾ ആണ്. പിന്നെ ജൂഡും കിലിയനും ഒക്കെ അവരുടെ ദേശീയ ടീമുകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടുപേരും വേൾഡ് കപ്പിന് പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. അത് ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. എന്താണ് സ്വന്തം രാജ്യത്തെ വേൾഡ് കപ്പിലൊക്കെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ഉള്ളൊരു ഫീലിംഗ് എന്നും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണെന്നും ഒക്കെ എനിക്കറിയാം. സോ അവരെ കോളപ്പ് ചെയ്യുന്നതിൽ എനിക്ക് എതിർപ്പൊന്നുമില്ല എന്നുകൂടി കോച്ച് പറയുന്നത്. അതായത് പരിക്കിൻ്റെ പിടിയിലൊക്കെ ഉണ്ടായിരുന്ന ആളുകളാണ്. അവരെ ഇപ്പോൾ ഇൻ്റർനാഷണൽ ബ്രേക്കിന് കോളപ്പ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിൻ്റെ മറുപടിയാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ്.